തീർച്ചയായിട്ടും എനിക്ക് അർഫാസ് എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ കഥകളൊക്കെ ഞാൻ വീണ്ടും അന്ന് പറഞ്ഞ ബോംബെയിലുള്ള ജീവിതവും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ കഥകളാണ്. അമല കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ആ വീഡിയോ. ആ കഥകളൊക്കെ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തത്. താങ്കളെ ആ പ്രേക്ഷകർ അത്ര ഇഷ്ടപ്പെട്ടു എൻ്റെ ആ ഇന്റർവ്യൂവിൽ നിന്ന് പറഞ്ഞു. പൂജപ്പെട്ടികളെ കണ്ട കാര്യവും ഫോൺ ചെയ്ത് വിളിച്ച ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അമലയെ പോലെ ഒരു ആക്ടറെയാണ് കയ്യിലേക്ക് കിട്ടിയത് അല്ലേ? അത് നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണ് അമലയെ എന്തുമാത്രം നമ്മൾ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ച് നമ്മൾ സിനിമ കണ്ടാലും അമലയെ കൈ കിട്ടുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ. അമല എത്രയോ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു, അത്തരം ഒരു ആക്ടറെയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് നമ്മളൊരു മനസ്സിൽ ഉറച്ച് തീരുമാനത്തിലേക്ക് പോകുന്നത്? എനിക്ക് ഭയം ഉണ്ടായിരുന്നത് അമലയെ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഭയം. അതെ, അമലയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് എന്ത് വേണം അത് അമലയിലുണ്ട്. ഐ ജസ്റ്റ് ഹാവ് ടു ഗൈഡ് ഹർ ദ റൈറ്റ് വേ, ഗിവ് ഹർ ദ റൈറ്റ് ബ്രീഫ് ആൻഡ് ഐ വിൽ ഗെറ്റ് ഇറ്റ്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് ഹാവ് ദി ആക്സസ്. അപ്പോൾ എനിക്ക് അമല കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പായ ഒരു സ്ഥിതിക്ക് എന്നോട് പലരും വന്നിട്ട് പറഞ്ഞു, അല്ല അമല കിട്ടിയില്ല കുഴപ്പമില്ല, എനിവേസ് ഷീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഞാൻ കേട്ട കാര്യങ്ങളുണ്ട്. ഷീസ് ഗോട്ട് ടാൻട്രംസ്, ഷീസ് ഗോട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിലിം ക്രൂന്ന് ഇങ്ങനെയൊക്കെ സംസാരം വരാനുള്ള കാരണം എന്താണ്? ഒന്ന്, അവർക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. രണ്ട്, അവർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കലാകാരല്ലേ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ the best actors will ask you a lot of questions because they want to improve. So I was very confident. I have very clear picture of what this character is, Chaitali is. I just had to guide her. So I was like, no, I'm very confident. I will handle. But I was ready to handle. I don't know how I'll handle, but I said I'll handle. But when she came to the set, I realized എല്ലാ കേട്ടതൊക്കെ നുണയായിരുന്നു എന്നുള്ളപ്പോഴാണ് മനസ്സിലായി. All she is asking is, is this right? Is this character? We are only discussing about the character, about the performances. അപ്പോൾ I felt that എനിക്ക് ഈ സിനിമ എത്രത്തോളം നന്നാവണം, ഈ കഥാപാത്രം എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹം അമലയ്ക്കുണ്ട്. ദാറ്റ് So I was like very happy that okay, my choice was right. എനിക്ക് തോന്നുന്നു അമല ഇപ്പൊ പറഞ്ഞ പോലെ പല ആളുകളും പലതും പറഞ്ഞു തന്നല്ലോ. എന്തിനാന്ന് പറയാം, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അമല അയക്കാലും കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും അർഫാസ് പടം തുടങ്ങട്ടെ ആരെങ്കിലും തീർച്ചയായിട്ടും. ഇത് ആക്ച്വലി എന്റെ അടുത്ത് പവൻ കുമാർ, ഞാൻ ഒരു തെലുഗു യൂടേണിന്റെ ഒക്കെ ഡയറക്ടർ, ഞങ്ങളൊരു തെലുഗു സീരീസ് ചെയ്തിരുന്നു. പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് വർക്ക് ചെയ്യാനായിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഹി സെഡ്, യു ആർ സച്ച് എ സ്വീറ്റ് പേഴ്സൺ ആൻഡ് ലൈക് there is nothing like what I've heard about you. നമ്മളായിട്ട് അടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ അമലയെ കുറിച്ച് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ സംസാരമുണ്ട്. അമലയുടെ അടുത്ത് അവർ വന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അമല എങ്ങനെയാണെന്നുള്ളത്. അതെ അതെ, ഒരാളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം. ഇപ്പൊ അവരിപ്പോ നമുക്ക് അൺപ്ലസന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മൾക്ക് ലൈക്ക് ഐ ഫീൽ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ഇറ്റ്സ് പക്ഷെ ഞാൻ അമലയെ കണ്ടിരിക്കുന്നത്, എനിക്ക് അമലയോട് വീണ്ടും വീണ്ടും റെസ്പെക്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ആടിന്റെ സമയത്ത്, ആടുജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാവുന്നതിന് മുമ്പ് എടുത്ത ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചില് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന പറയാം. ബിഗ് സല്യൂട്ട് ഉള്ളത് തന്നെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അത് നമ്മൾ സംസാരിച്ചു, അന്ന് വന്നതാണ്. ഈ സിനിമയാണ് നമ്മുടെ ജീവിതം. സിനിമ ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അത് നമ്മൾ അവരോട് സഹകരിക്കണം. അതിന് ഏറ്റവും മാതൃക കാണിച്ച ഒരു നടി എന്ന നിലയിൽ അമലയാണ് ഏറ്റവും നല്ല നടി എന്ന് ഞാൻ പറയും. ഒരു മാറ്റമില്ല. ഞാൻ പറയും അരി വാങ്ങണ്ടേ, അങ്ങനെ കാണുന്നുള്ളൂ. അതെ, പറയുന്നവർ പലതും പറയട്ടെ. അത് ഈ സിനിമയോടുള്ള ആത്മാർത്ഥയാണ്. അതെ, നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രത്തിനുള്ള ആത്മാർത്ഥ. ആബ്സല്യൂട്ട്ലി. കാരണം നമ്മൾ അത്രയും ലവോട് കൂടിയാണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്നത്. അത്രയും എനർജി, അത്രയും ഹാർഡ് വർക്ക്. അതുപോലെ ഇപ്പം അർഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്, ഒരു ഇത്രയും വർഷത്തെ 14 ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ്. അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇതിന്ന് മാറി നിൽക്കായിരുന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി. ഈവൻ ദോ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതെ ലേറ്റ് ആയി ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി. പക്ഷെ എന്നാലും എനിക്ക് പറ്റത്തില്ല. ഐ ബി വെരി ഗിൽറ്റി. എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പൊ അതിനേക്കാളും ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ കൊച്ചു കരയുന്ന പോലെ ഞാൻ എല്ലാ ഇന്റർവ്യൂ തീർത്തിട്ടാ പോകുന്നത്. അവിടെ ആലോചിക്കണം, കുട്ടി വീട്ടിലാണ്, വളരെ ചുരുക്കം നാളുകളായുള്ളൂ, 1 month ആയുള്ളൂ, എന്നിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതാണ് ഒരു ആത്മാർത്ഥം. അങ്ങനെ
ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നതുകൊണ്ട് തീരുന്നില്ലല്ലോ അമല നമ്മുടെ ബാധ്യത ഒരിക്കലും. ആ സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തീരുന്നത്. ഇനി നമ്മൾ ഇതിനു മുമ്പ് ടീച്ചർ സിനിമയ്ക്കാന്ന് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് നമ്മളിരുന്നത്, അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ആളാ. പറയുന്നവര് പറയട്ടെ അമല, പോകാൻ പറയാം അവരോട്. അത്രേ ഉള്ളൂ, അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിട്ടതാ. അതെ അതെ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇപ്പൊ പറഞ്ഞത് കേട്ടോ. എന്തായാലും അമല ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയുടെ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ കാരണങ്ങൾ. ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. അമലയ്ക്ക് ആസിഫിനെ കണ്ടു തിരിച്ചറിഞ്ഞു. ആസിഫ് എന്നോട് പറഞ്ഞ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരും, തിരിച്ചു വരും, ഇത് ഏതാണെന്ന് അറിയുന്നില്ല, മേക്കപ്പ് ഇട്ടാണ് ഇറങ്ങി വന്നെ, മേക്കപ്പ് ഇല്ലാതെ ആള് പോകുന്നു, തിരിച്ചറിയുന്നില്ല. ഹോട്ടലുകാർ പോയിങ്ങനെ ഇത് ആരാന്ന് അറിയണം, പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേക്കപ്പോട് തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി. അപ്പൊ അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഇത് ഏതാണ് ഈ അലവല്ലാദികൾ, ഇത് എവിടെ നിന്ന് വരുന്നു, അവിടെ മറ്റേ ഫോറിനേഴ്സ് ഒക്കെ ഒന്ന് താമസിക്കും, അവര് ഇത് ബാക്കിൽ കൂടെ പോകേണ്ട ആൾക്കാരെന്താ ഇതിൽ കൂടെ വരുന്നത്. ഞാനും ആസ്വദിച്ചിരിക്കും, ദൈവം ഇവരുടെ നോട്ടം നോക്കിയേ, അത് ഏതോ അടിമകളെ പിടിച്ചുകൊണ്ടെന്ന് വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ. ജീവിതം അങ്ങനെയായി. കാരണം ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടായത്, ഞങ്ങള് തിരിച്ച് സെറ്റിൽ നിന്ന് വരുവാണ് ഹോട്ടലിലേക്ക്. അപ്പം ആസിഫിനപ്പം ഒരു ഹി വാണ്ടഡ് ടു യൂസ് ദ ലൂ, റെസ്റ്റ് റൂം എമർജൻസി വന്നു. അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ യു റിമെമ്പർ ദാറ്റ് ഗൈനോ, നല്ല വെൽ സൂട്ടഡ്, എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആസിഫ് ഈ കോസ്റ്റ്യൂമിൽ ആളുടെ ഇത്രേ ഉള്ളൂ. അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു കഫേയിൽ പോയേക്കുവാണ്. അവിടുത്തെ ആൾക്കാർ പത്ത് ഏതോ അടിമേനെ വാങ്ങിച്ചുകൊണ്ട് വന്ന പോലെ സൈസാണ്. എന്റെ ആള് പുള്ളി ആസിഫിനോട് യു വോണ്ട് കോഫി, അടിമേനെ ആസിഫ് എയർപോർട്ടിൽ കുടുങ്ങിയ കഥയൊക്കെ അറിയാലോ അല്ലേ? അതെനിക്കറിയത്തില്ല. ആസിഫ് 1.5 മണിക്കൂർ എയർപോർട്ടിൽ കൊടുക്കേണ്ടി വന്നു. 6 മണിക്കൂർ സോറി 6 ഇതിനു വേണ്ടിട്ടോ. അത് കേട്ടായിരുന്നു. അത് രക്ഷപ്പെട്ടു. ആസിഫ് കുടുങ്ങിയതുകൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു. അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. ഞാൻ കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് വരാനൊക്കെ എളുപ്പമായി. അനുഭവം ഉണ്ടായില്ല. ചെയ്യുന്ന സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പല സിനിമകളും സെലക്ട് ചെയ്യുന്ന കാര്യം, ചില സിനിമകൾ നമുക്ക് പരാജയപ്പെടാം, വിജയിക്കാം. സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അമല? ടു മേക്ക് ഇറ്റ് സിമ്പിൾ, ഞാൻ ഒരു കഥ കേൾക്കുമ്പം എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന വരത്തില്ല. എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എൻ്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട്. അപ്പൊ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ്, അപ്പൊ എനിക്ക് അതിലേക്ക് എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ മെയിൻ നോക്കുന്നത്. അതെ, സബ്ജക്ട് കേൾക്കുള്ളൂ. അപ്പൊ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു, എവിടെ എന്നെ ഹുക്ക് ചെയ്തു, എവിടെ എന്നെ എക്സൈറ്റ് ചെയ്തു, എവിടെയാണ് എനിക്ക് കുറച്ച് ലോ പോയിന്റ്സ് തോന്നിയത്, അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം ഞാനത് കേൾക്കുമ്പോൾ, ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ ക്യാരക്ടർ അപ്പം തന്നെ നമ്മൾ ഹുക്ക് ചെയ്യും. ഓ, ഇത് ചെയ്യണം, അടിപൊളിയായിരിക്കും, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ചിലത് ഒരു സ്ലോ ബേണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഒരു 3-4 ഡേയ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ജഡ്ജ് ചെയ്യുന്ന കഥകൾ പാളി പോകാറില്ലേ? പിന്നെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു പാളുമെന്ന്. പക്ഷെ എന്നാലും വേറെ എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുണ്ട്. അങ്ങനെ കൈ കൊടുക്കുന്നത്. മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്ക് തോന്നുന്നു അമല ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ടീച്ചറുമായിട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ ഇതെല്ലാം ലാംഗ്വേജിലും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നു മലയാളത്തിൽ, എന്താണ്? അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ കെഡാവർ പ്രൊഡ്യൂസ് ചെയ്തു 2019. പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു. പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കൂടെ വന്നപ്പോൾ നമ്മൾ 2019 തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു. കോവിഡ് വന്നുകൊണ്ട് അത് 2022 എത്തി. അപ്പൊ അതിൻ്റെതായ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതൊരു ഓർഗാനിക് ആയിട്ട് വന്നൊരു ബ്രേക്ക് ആണ് അത്. ആക്ച്വലി പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? പ്രൊഡക്ഷൻ ഞാനിപ്പോ കെടാവറേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഈ പ്രൊഡക്ഷൻ ഇപ്പൊ റിലീസ് പുതിയതായിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിലേക്ക് എൻജോയ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാ കഥകളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ? എനിക്ക് അന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് പറഞ്ഞു. ആസിഫ് ആണെങ്കിൽ അമലയാണെങ്കിലും ഷറഫാണെങ്കിൽ ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഒരു കഴിവാണ് അല്ലെ? കഥ പറയുന്ന ആളിന് കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേണം. പല ആളുകളും പറയുന്നത് ഓക്കും എടുത്തു വെക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സിനിമ പറഞ്ഞ് ഫലിപ്പിക്കാനോ, പക്ഷെ എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലവർ
പറഞ്ഞാൽ ശരിയാവില്ല, എടുക്കുമ്പോൾ ഉണ്ടാവും. പറയാൻ ഭയങ്കര മോശമായിരിക്കും. രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഞാനത് എനിക്ക് വർക്കായില്ല. എനിക്ക് തോന്നി പുള്ളിക്ക് എന്തോ പറയാൻ താല്പര്യം ഇല്ലാതെയൊക്കെ പറയുന്ന പോലെ. ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ. പക്ഷെ വിഷ്ണു വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ കൺവിൻസ് ചെയ്തത്. ഈ സെറ്റ് ആളങ്ങനെയാണ്, റാം അങ്ങനെയാണ്, ഭയങ്കര ഷൈ ആണ്, ഇൻട്രോവേർട്ടഡ് ആണ്, ബട്ട് യു ട്രസ്റ്റ് മീ. എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ പറഞ്ഞു തന്നത്. ബട്ട് സീ ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി. അങ്ങനെ വിട്ടിരുന്നെങ്കിൽ ഏറ്റവും വലിയ മിസ്സായനെ. അതെ അതെ, ആ ഒരു കഥാപാത്രമാണ് മലയാളികളുടെ മനസ്സിൽ ഇന്നും ഓർക്കുന്ന കഥാപാത്രം. അതെ അതെ. ഇന്നലെയും കൂടെ കോളേജിൽ ഒരു സ്റ്റുഡന്റ് പറയുന്നു, ചേച്ചി രാക്ഷസൻ ഒരു രക്ഷയില്ല, ഞാൻ പേടിച്ചു പോയി കണ്ടിട്ടെന്നൊക്കെ. അത് ഞാൻ ചോദിച്ചു വന്നത്. അർഫാസിനെ സംബന്ധിച്ച് ജിത്തു സാറിന്റെ ക്ലാസ് ആണ്. അപ്പൊ അവതരണ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ജിത്തു സാറ് കഥ പറയുന്നത് പ്രത്യേക രീതിക്കാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ? ഞാൻ അത്ര നല്ലതായിട്ട് കഥ നറേറ്റ് ചെയ്യുന്ന ആളല്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ അധികം സംസാരിക്കാറോ സോഷ്യലി ഒക്കെ ഗാദറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ്. എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ്. അത് കാരണം ഐ എം നോട്ട് എ വെരി ഗുഡ് നറേറ്റർ. പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബൈ ഹാർട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു, അത് ക്ലിക്കായി. താങ്ക് യു. ബട്ട് നരേഷൻ അല്ല എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്. നരേഷൻ ഒന്നും അല്ല. നന്നായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പലരും, യുനോ. പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല. പക്ഷെ സിനിമ, പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കും. പക്ഷെ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ആ കഴിവായിരിക്കും. അതിന്റെ ഉദാഹരണം ഇപ്പൊ രാക്ഷസന്റെ കാര്യം പറഞ്ഞത്, അങ്ങനെ ഒരു ഉദാഹരണം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ അമല പറഞ്ഞത്. ഐ തിങ്ക് അർഫാസ് ഹി നരേറ്റഡ് ഇറ്റ് വെരി വെൽ. ആൻഡ് അർഫാസിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു, ക്ലൈമാക്സ് സീൻ, ബിക്കോസ് അത് വർക്ക്ഔട്ട് ആയില്ല. യുനോ. ആൻഡ് ദെൻ ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തപ്പോൾ ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല, ബട്ട് ഹി റിയലി പുഷസ് ബിക്കോസ് ഹി ഹാസ് ക്ലാരിറ്റി. ആൻഡ് ആൾക്കറിയാം ആൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട്. അതാണ് ഇപ്പം യുനോ, ലെറ്റ്സ് ഹോപ്പ്. അതെ അതെ, തീർച്ചയായിട്ടും. അമലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, വേണ്ട എന്ന് വെച്ച സിനിമകൾ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് ഓർത്തെടുക്കാൻ പറ്റും? ഇന്ന് വേറൊരു ഇന്റർവ്യൂല് ഞാനിത് അവർ ചോദിച്ചിട്ട് പറഞ്ഞതാ. എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായി എന്നുള്ളതല്ലേ. മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആനഗസ്റ്റിനും ചെയ്ത ഒരു പടമല്ലേ. അതിൽ ഫഹദ് ഒരു ബ്ലൈൻഡ് പെയിന്റർ ആണ്. ആനിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പേരെനിക്ക് ഞാൻ മറന്നുപോയി. ആ ഫിലിം ശ്യാം സാർ ഫസ്റ്റ് എൻ്റെ അടുത്താണ് നരേറ്റ് ചെയ്തത്, പിച്ച് ചെയ്തത്. അത് ചെയ്യാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. ബട്ട് ഡേറ്റ് ക്ലാഷ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതെ അതെ, ഡേറ്റിന്റെ ഒരു ഇതിൽ മാറിയത്. അതിന്റെ തെലുഗു ഫിലിമായിട്ട് ഒരു ക്ലാഷ് ആയി, അങ്ങനെ മാറിയതാണ്. ചെയ്തു വെച്ചിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയുക? ചെയ്തു മലയാള സിനിമ എല്ലാം സ്പെഷ്യൽ ആണ്, എല്ലാം അല്ലേ. അതിൻ്റെതായ ഓരോ, അതും കുറച്ച് ഫിലിംസ് അല്ലേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ലവ് ഉണ്ട്. ലൈക്ക് ഓരോ, ഇപ്പം റൺ ബേബി റണ്ണില് ഞാൻ ചെയ്ത രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ, ലാലേട്ടന്റെ കൂടെ ചെയ്ത പടം, ഒരു ഇന്ത്യൻ പ്രണയകഥ. ഇപ്പോഴും യുനോ, ലൈക്ക് ഐ വുഡ് ലവ് ടു ഡു എ ഫിലിം ലൈക്ക് ദാറ്റ്. അതിനുശേഷം എനിക്ക് അതുപോലത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആടുജീവിതത്തിലെ സൈനു വന്നിട്ടുമില്ല. എക്സാക്ട്ലി, അല്ലേ. അതൊരു മാജിക് ആണ്. ഓരോ ഫിലിംസ് ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഒരു മാജിക്. ആടുജീവിതം, സൈനു എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് വേറൊരു ത്രില്ലാണ്. അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമ്പോൾ. പിന്നെ ഇതിപ്പോ ലെവൽ ക്രോസിലെ ചേത്താലി എന്ന് പറയുന്നത് അഗൈൻ ഒരുപാട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പ്ലേ ചെയ്ത ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഫിസിക്കലി എൻ്റെ സിമിലർ ടു മീ, ക്ലോസ് ടു മീ, ബട്ട് മെന്റലി ആൾ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാനായി നിന്നുകൊണ്ട് ഈ ക്യാരക്ടറിനെ മെന്റലി എനിക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. പിന്നെ സെക്കൻഡ് ടൈം ഈ പടം കാണുമ്പം നോട്ട് ചെയ്യുന്ന ചില ഫിലിംസ് നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് പറയത്തില്ല. അങ്ങനത്തെ ഒരു ഐ ഹോപ്പ് ലെവൽ ക്രോസും സെക്കൻഡ് ടൈം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പെർഫോമൻസിലാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് പല സ്ഥലത്തും തോന്നും. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ്. യാ, സോ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഫിലിംസും ഇറ്റ്സ് ഓൾവേസ് എ ഡിഫറെന്റ് ഫീലിംഗ്. യാ.